നമ്മളുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 23-ാമത്തെ വാക്യം. The Gospel according to Saint Matthew chapter 13 verse 23. നല്ല നിലത്തെ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നവരാകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. But as far as what was sown on good soil, this is one who hears the word and understands it, who indeed bears fruit and yields, in one case 100-fold, in another 60, and in another 30. ഇനി നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാനായിട്ട് നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ടൈറ്റിൽ എഡിഫിക്കേഷൻ ത്രൂ ദ വേർഡ് എന്നുള്ളതാകുന്നു. എന്താണ് ക്രിസ്ത്യൻ നർച്ചറിങ് ആൻഡ് സെമിനാരി ട്രെയിനിങ്? ഇത് ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് നമുക്ക് വേർതിരിച്ച് നൽകിയിരിക്കുന്ന ഒരു ഞായറാഴ്ചയാകുന്നു ഇത്. വൈദിക സെലക്ഷൻ കമ്മിറ്റിയിൽ ഇരുന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇൻ്റർവ്യൂവിന് വരുന്നതായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. എന്നാൽ അവരെ ഒരു പുരോഹിതനായിട്ട് രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം എന്താകുന്നു ചെയ്യുന്നത് എന്നതത്രേ ഇന്നത്തെ ധ്യാന വിഷയം. ഒന്നാമത് ദൈവത്തിൻ്റെ വിളി കേട്ടതായിട്ടുള്ള ആളുകളായിരിക്കണം ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരുന്നത്. ദി വൊക്കേഷൻ എന്ന് നാം പറയുന്നത് നമ്മളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വേതനം നൽകുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു ജോലി എന്നുള്ളതല്ല, ദൈവവിളി എന്നുള്ളതാണ്. നമ്മെ ഓരോരുത്തരും സൃഷ്ടിച്ച ഉണ്മയിലേക്ക് വരുത്തിയിരിക്കുന്നതായിട്ടുള്ള ദൈവം എന്താണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാനൊക്കെ നമ്മെ സമർപ്പിക്കുന്നതായിട്ടുള്ള ഒരു വേള കൂടിയാണ് ഒരു വൊക്കേഷൻ എന്ന് പറയുന്നതായുള്ള വാക്കിൽ അർത്ഥമാകുന്നത്. വാസ്തവത്തിൽ നമ്മളെല്ലാം തന്നെ ചെയ്യേണ്ടത്, നമ്മുടെ മക്കളും എല്ലാം ചെയ്യേണ്ടത്, ദൈവം സൃഷ്ടിച്ച ഉണ്മയിലേക്ക് വരുത്തിയിരിക്കുമ്പോൾ ദൈവം തന്നെ ഓരോരുത്തരും ആയുസ്സിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നത് ആരാഞ്ഞറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി സമർപ്പിക്കുക എന്നതൊക്കെ ദൈവം നമ്മിൽ നിന്നെല്ലാം പ്രതീക്ഷിക്കുന്നത്. So how is it that a mundane person who is coming to the seminary get trained? ഇന്ന് റിട്ടയർ ചെയ്ത് ജീവിക്കുന്നതായുള്ള ഡോക്ടർ KV മാത്യു അച്ഛൻ പറയും, ഞാൻ വേദപുസ്തകം പഠിപ്പിക്കുന്നതായുള്ളൊരു അധ്യാപകനാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നതായുള്ളൊരു അധ്യാപകനാണ്. വേദപുസ്തകം എങ്ങനെ വായിക്കണം എന്ന് പഠിപ്പിക്കുന്നതായുള്ള അധ്യാപകനാണ്. നമുക്കെല്ലാം വേദപുസ്തകമുണ്ട്, നമ്മളെല്ലാം വേദപുസ്തകം വായിക്കുന്നുണ്ട്. എന്നാൽ എത്രമാത്രം പേഴ്സണൽ ഡിവോഷനും എത്രമാത്രം സ്റ്റഡി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡും നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് തീരുന്നുണ്ട് എന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണ്. വെറുതെ ഒരു ഒഴുക്കം മറ്റിൽ വായിക്കുന്നതാണ് ധാരാളം ആളുകളുണ്ട്. അതല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. ദൈവം പ്രതീക്ഷിക്കുന്ന ഓരോ പ്രാവശ്യവും ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനാണ് നമുക്ക് സാധ്യമായിട്ട് തീരുന്നത്. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിതം പുതുതാക്കുന്നതായിട്ടുള്ള അവസരത്തിലത്തെ ദൈവമക്കളായിട്ട് ജീവിപ്പാൻ നമുക്ക് സാധ്യമായിട്ട് തീരുന്നത്. എന്താണ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെമിനാരി ട്രെയിനിങ് എന്നൊക്കെ പറയുന്ന അവസരത്തിൽ നാം അർത്ഥമാക്കുന്നത്? ഒരു കർഷക സമൂഹത്തിൽ നിന്ന് വന്നിരിക്കുന്നതായുള്ള ആളുകൾ എന്നുള്ളതായുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായുള്ള ഒന്നുണ്ട്. എല്ലായ്പ്പോഴും നിലം ഉഴുത് മറിക്കേണ്ടതായുള്ള ആവശ്യകതയുണ്ട്. ഉഴുത് മറിക്കുക എന്ന് പറയുന്ന അവസരത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുക എന്നാണ് അർത്ഥം. നമുക്ക് പരിചയമായുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പരിചയമായുള്ള കാര്യങ്ങളിൽ വ്യത്യസ്തമായുള്ള കാര്യങ്ങളെ ഗ്രഹിപ്പാണ്ടൊക്കെ ഒന്ന് ഇടയായിട്ട് തീരണം. ദി സെർമൺ ഓൺ ദ മൗണ്ട്, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നാം വായിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുകയും
ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞ കർത്താവ് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതായുള്ള ഭാഗം കാണാം. ഉദാഹരണത്തിന്, ശത്രുവിനെ പകയ്ക്കുക, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇതാണ് പഠിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ലോ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കണം. അവിടെയും തീരുന്നില്ല. കർത്താവ് പിന്നെയും പറയുന്നുണ്ട്, നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. സ്നേഹിക്കുന്നു എന്ന് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ. ആ സ്നേഹം ആ ആളുമായിട്ട് ബന്ധപ്പെടുന്നതായുള്ള രീതിയിൽ പ്രകടമായിട്ട് തീരും. അവൻ്റെ നമ്മളുടെ ജീവിതത്തെ ഒന്ന് ഉഴുതുമറിക്കുവാനിടയായി തീരുന്നതായുള്ള ദൈവത്തിൻ്റെ വചന ധ്യാനം നമുക്ക് ഇടയാകണം. 2, ഈ നിലമൊക്കെ ഉഴുതുമറിച്ചാൽ മാത്രം പോരായല്ലോ. അവിടെ നെല്ല് പിഴുത് നടണമെങ്കിൽ അത് പാകപ്പെടേണ്ടതായുള്ള ആവശ്യകതയുണ്ട്. എന്ന് പറഞ്ഞാൽ കട്ടയായിട്ടൊക്കെ കിടക്കുന്നതെല്ലാം അതൊക്കെ പൊടിയാക്കണം. പല തട്ടിൽ കിടക്കുന്നതായിട്ടെല്ലാം ഒരേ തട്ടിലാക്കണം. പാകപ്പെടുത്തുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഒരു സെമിനാരിയിൽ സംഭവിക്കുന്നതായുള്ള കാര്യങ്ങൾ, ഒന്ന്, ജീവിതത്തെ ഉഴുതുമറിക്കും. പരിചയമുള്ളതായുള്ള രീതിയിലൊക്കെ വ്യത്യസ്തമായുള്ള കാര്യങ്ങൾ പഠിക്കുന്നതായുള്ള ഒരു രംഗമായിട്ട് തീരും. വേദപുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങിയ പുസ്തകമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അത് JPED എന്നൊക്കെ പറയുന്നതായുള്ള ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ മനസ്സിലാവുക. അത് സെമിനാരി പഠിക്കുന്ന കാര്യങ്ങൾ. എന്താണ് ഡിട്രോണമിക് കോഡ്? അവിടെ പഠിക്കുന്നതായുള്ള കാര്യങ്ങൾ. എന്താണ് പ്രീസ്ലി കോഡ്? അവിടെ പഠിക്കുന്നതായുള്ള കാര്യങ്ങളാണ്. എന്താണ് ഈലോഹിം കോഡ്? അവിടെ പഠിക്കുന്നതായുള്ള കാര്യങ്ങളാണ്. ജീവിതത്തെ ഒന്ന് ഉഴുതു മറിക്കുന്നതിനായിട്ട് ശ്രമിക്കും. എന്നെ പഠിപ്പിച്ചതായുള്ള അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കളർ പെൻസിൽ എടുത്ത് ഇങ്ങനെ എല്ലാത്തിൻ്റെ അടിയിൽ വരയ്ക്കണം, എന്നിട്ട് പിന്നെ ഇങ്ങനെയും വരയ്ക്കണം. ഇതൊന്നും നമുക്ക് സാധാരണ പരിചയമുള്ള കാര്യമല്ല. വേദോസ്തത്തെ തൊടുന്നത് തന്നെ വലിയ വിഷമമാണ്. എന്നാൽ അതിൽ അടങ്ങിയിരിക്കുന്നതായുള്ള സത്യങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം നമ്മളുടെ മനസ്സിൽ അടങ്ങിയിരിക്കുന്നതായുള്ള സത്യങ്ങളെയൊക്കെ ചിലതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. യാഥാർത്ഥ്യത്തെ ഗ്രഹിപ്പാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ പാകപ്പെടുത്തിയെടുക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ഒരിക്കൽ ഒരു ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുത്ത് വന്നതായിട്ടുള്ള അവസരത്തിൽ യേശു അവനോട് ചോദിക്കുന്നത്, നീ എങ്ങനെ വായിക്കുന്നു? നീ വേദപുസ്തകം വായിക്കുന്നുണ്ടോ എന്നല്ല ചോദിച്ചതിൻ്റെ അർത്ഥം. നിന്റെ കയ്യിൽ വേദപുസ്തകമുണ്ട്, എന്നാൽ എന്താണ് നീ വായിച്ച് മനസ്സിലാക്കുന്നത്? അവൻ്റെ ചോദ്യം എൻ്റെ അയൽക്കാരൻ ആരാണ് എന്നതാണ്. കർത്താവിനോട് ചോദിക്കുന്നതായുള്ള ചോദ്യമോ അവന് ആരാണ് അയൽക്കാരനായി തീർന്നത് എന്നതാണ്. ഇത് തമ്മിൽ വ്യത്യാസമാണ്. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിക്കുന്നതും നീ ആർക്ക് അയൽക്കാരനായി തീരുന്നു എന്ന് ചോദിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസത്തെ ഗ്രഹിപ്പാൻ തക്കവണ്ണമാണ് സെമിനാരി ട്രെയിനിങ്ങിലൂടെ സാധ്യമായിട്ട് തീരേണ്ടത്. കർത്താവായ യേശുക്രിസ്തു സ്നേഹിച്ചതായുള്ള ഒരു ശിഷ്യനാണ് പത്രോസ്. ഗത്സമനെ തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കുന്നതിനായിട്ട് ചെന്നതായിട്ടുള്ള അവസരത്തിൽ പടയാളികൾ അവൻ്റെ അടുത്ത് വരുന്നുണ്ട്, അവനെ അറസ്റ്റ് ചെയ്യുന്നതിനായിട്ട്. നമുക്കറിയാം, യൂദാസ് ഇസ്കറിയോത്താണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഈ പടയാളികളെല്ലാം കൊണ്ട് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നതിനായിട്ട് വരുന്ന അവസരത്തിൽ പത്രോസ് വാൾ ഊരുന്നുണ്ട്. അപ്പോൾ യേശു അവനോട് പറയുന്നത്, നീ വാള് ഉറയിൽ തന്നെ ഇടുക, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. വളരെ പ്രയാസമാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട്. എന്നാൽ കർത്താവ്
ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈ പത്രോസിനെ പ്രത്യക്ഷനായിട്ട് ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവയെക്കാളൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഉപകർത്താവേ ഉപകർത്താവേ എന്നൊക്കെ പറയുന്നതായുള്ള മനുഷ്യൻ മൂന്നാമത്തെ പ്രാവശ്യം വന്നതായിട്ടുള്ള അവസരത്തിൽ നീ സകലതും അറിയുന്നു എന്നാണ് പറയുന്നത്. എന്നെ ഉള്ളതുപോലെ അറിയുന്നതായിട്ടുള്ള ദൈവം. ഞാൻ വാളെടുക്കുന്നതായുള്ള മനുഷ്യനാണ്, എന്നാൽ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് എന്നെ രൂപാന്തരപ്പെടുത്തുന്നതായുള്ള ദൈവം. അവരുടെ ജീവിതത്തെ ഉഴുതുമറിക്കുകയും പാകപ്പെടുത്തുകയും ചെയ്യുക മാത്രമല്ല, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുന്നതിനായിട്ട് സാധിക്കും. തിയോളജിക്കൽ എഡ്യൂക്കേഷനിലൂടെ, ഒരു സെമിനാരി ട്രെയിനിങ്ങിലൂടെ ഒരു ആൾക്ക് സാധ്യമായി തീരേണ്ടതായുള്ള വസ്തുതകൾ ഇതൊക്കെയാണ്. 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഒന്ന്, ഉഴുതുമറിക്കുന്നതായുള്ള അനുഭവത്തിൽ കൂടെ പോകണം. ചിലർ അതിലിടറി വീഴും, എനിക്കിനി ഇത് പറ്റുകയില്ല എന്ന് പറയും. പിന്നെ ജീവിതത്തെ പാകപ്പെടുത്തുന്നതിനായിട്ട് സാധിക്കണം, ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുന്നതിനായിട്ട്. മൂന്നാമതായി, ദൈവത്തിൻ്റെ വചനങ്ങൾക്കനുസൃതമായ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതായുള്ള അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് സാധിക്കും. കർത്താവ് ഈ സത്യങ്ങളെയൊക്കെ പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മങ്ങളാണ് കർത്താവ് പറയുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ദൈവരാജ്യത്തിൻ്റെ പ്രസംഗമൊക്കെ നിങ്ങൾ കേൾക്കുന്ന അവസരത്തിൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കണ്ണുള്ളവൻ കാണട്ടെ, ഹൃദയമുള്ളവൻ ഗ്രഹിക്കട്ടെ എന്നൊക്കെ കർത്താവ് പറയുന്നതായുള്ള ഭാഗത്ത് തന്നെ കർത്താവ് പറയുന്നുണ്ട്, വിതയ്ക്കുന്നവൻ വിതയ്ക്കാനായിട്ട് പുറപ്പെട്ടു. അത് ചിലത് പാറക്കല്ലിന്മേൽ വീണു, പാറമേൽ വീണു. പാറമേൽ വീണതായിട്ടുള്ള വിത്തിന് അടിസ്ഥാനമില്ലാത്തതും അത് ഉറപ്പില്ലാത്തതുമായുള്ള ഒരു രീതിയിലാണ് കിടക്കുന്നത്. അത് ശത്രു വന്ന് എടുത്ത് ദൂരെ കളഞ്ഞു. ക്രിസ്തീയ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു സത്യമുണ്ട്. അത് മാമോദിസയുടെ അവസരത്തിൽ പറയും, ഫസ്റ്റ് കമ്മ്യൂണിക്കൻസിൻ്റെ അവസരത്തിൽ പറയും, ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ടതായുള്ള ഒന്നാണ്. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ നാളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായുള്ള അവസരം. പൈശാചികമായുള്ള വഴികളെ ഉപേക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരറിവ്. ഇത് നമുക്ക് ലോകം തരുന്നതായുള്ള ജ്ഞാനമല്ല, മാനവ സമൂഹം നമുക്ക് തരുന്നതായുള്ള ജ്ഞാനമല്ല. എല്ലാവരും അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതായുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് നാം കേൾക്കാറുണ്ട്. എന്നാൽ ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ടതായുള്ള വസ്തുത, പൈശാചികമായുള്ള വഴിയിലല്ല ഞാൻ പോകേണ്ടത്, ഞാൻ ദൈവത്തിൻ്റെതായുള്ള വഴിയിലാണ് ജീവിക്കേണ്ടത്. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുകയും മശിഹായിൽ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായുള്ള അനുഭവം. ചില വചനങ്ങളൊക്കെ വഴിയരികിൽ വീണു എന്ന് പറയുന്നുണ്ട്. നടന്ന് അതൊക്കെ ഉറപ്പായതായുള്ള സ്ഥലമാണ്. അത് കീഴ്മേൽ മറിച്ചിട്ടില്ല, ഉഴുതു മറിച്ചിട്ടില്ല. അതുകൊണ്ട് പറവുകൾ വന്ന് അതൊക്കെ കൊത്തിയെടുത്തുകൊണ്ട് പോകുന്നതായുള്ള അനുഭവമാണ്. എന്തുദ്ദേശത്തോടു കൂടി വചനം വധിച്ചുവോ അത് ജീവിതത്തിൽ ഉളവാകാതിരിക്കുന്നതായുള്ള അനുഭവം. നമ്മുടെ ഡെയിലി വറീസ്, ഡെയിലി ടെൻഷൻസ്, നമ്മുടെ ജീവിതത്തെ ആകമാനം വിഷമിപ്പിക്കുന്നതായുള്ള പ്രതിസന്ധികൾ, ഇതിനൊക്കെ അഭിമുഖീകരിക്കുന്നതായുള്ള അവസരത്തിൽ വചനം ജീവിതത്തിന് ആധാരമായിട്ട് തീരുന്നില്ല. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നതായുള്ളൊരു ഭാഗമുണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ. ഫിലിപ്പോസ് ആത്മാവിനാൽ നിയോഗിക്കപ്പെട്ടതനുസരിച്ച് ഗാസയിലേക്ക് പോകുന്നതായുള്ള വഴിയിൽ നിൽക്കുമ്പോൾ എത്യോപ്യനായുള്ളൊരു ഷണ്ണൻ അതിലേക്ക് പോകുന്നത് കാണുന്നുണ്ട്. തേരിനോട് ചേർന്ന് നടക്കാനായിട്ട് ആത്മാവ് ആവശ്യപ്പെട്ടു. അവൻ ചേർന്ന് നടക്കുകയും ചെയ്തു. അപ്പോൾ അവനോട് ചോദിക്കുന്നതാണ് ചോദ്യമാണ്. ആരോട്? എത്യോപ്യനായുള്ള ഷണ്ണനോട് ചോദിക്കുന്നതാണ് ചോദ്യം, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ അവൻ്റെ മറുപടി എന്നാ? ഒരുവൻ പൊരുൾ തിരിച്ച് തരാതെ ഇരുന്നാൽ എങ്ങനെയാണ് എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്? അപ്പോൾ പൊരുൾ തിരിച്ച്
വ്യാഖ്യാനിക്കുന്നത് ഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായിട്ട് തീരണം. അതാണ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ. ഞാൻ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നുണ്ട് എന്ന് പറയുന്നതല്ല അർത്ഥം. വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? ഗ്രഹിപ്പാൻ തക്കവണ്ണം സാധ്യമായിട്ട് തീരുന്നുണ്ടോ? ദൈവശാസ്ത്ര അഭ്യസനം എന്ന് പറയുന്നത് അത് ഈ പൊരുൾ തിരിക്കലാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പരിവർത്തനത്തിനായിട്ട് നമ്മെ ഒരുക്കുന്നതായിട്ടുള്ള ഇടമാണ് അത് എന്നത് മനസ്സിലാക്കണം. ഇവിടെ പറയുന്നു, ചില വിത്തുകൾ മുൾച്ചെടിയുടെ നടുവിലാണ് വീണത്. വീണതായുള്ള വിത്ത് കിളുത്തു എന്ന് മാത്രമല്ല പറയുന്നത്, വിത്ത് കിളുത്തോടൊപ്പം തന്നെ മുൾച്ചെടിയും കിളിർത്തു. ആ ചെടി മറ്റതിനെ ഞെരുക്കി കളഞ്ഞതിനാൽ അത് വളർന്ന് ഫലം കഴിക്കുന്നതിനായിട്ട് സാധിക്കാതെ പോകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതായിട്ടുള്ള ഒരു റീൽസിൽ 3 ആളുകളെ ഒരു വലിയ ഗർത്തത്തിൽ നിന്ന് ബന്ധപ്പെട്ട് ഈ ഉയരത്തിലുള്ള സമതലത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഇങ്ങനെ കൈ എത്തിപ്പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ മുകളിൽ നിൽക്കുന്നതായുള്ള കർത്താവായ യേശു ക്രിസ്തു അതിലൊരാളിനോട് പറയുന്നുണ്ട്. ഒരാളെന്ന് പറഞ്ഞാൽ പുരോഹിതനാണ്. അവനോട് പറയുന്നുണ്ട്, നിൻ്റെ കയ്യിലുള്ളതെല്ലാം നീ താഴേക്കിടുക, എന്നാൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ. അവൻ പറഞ്ഞു, എങ്ങനെ എനിക്കിത് കളയാൻ സാധിക്കുന്നത്? ഇതെല്ലാം ഗോൾഡ് വെസൽസാണ്. ഞാൻ ആരാധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള കാസ പീലാസ ആദിയായിട്ടുള്ള കാര്യങ്ങളാണ്. അതെങ്ങനെയാണ് ഞാൻ കളയാനായിട്ട് വെക്കുന്നത്? കുറേ കഴിഞ്ഞ് കാണുന്നത് അവൻ പിടിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള കല്ലിൽ നിന്ന് അവൻ്റെ ആ കല്ല് അടർന്ന് അവൻ താഴേക്ക് വീണ് പോകുന്നതായിട്ടുള്ള കാര്യം. അവൻ്റെ വെസൽസും പോയി, അവനും പോയി. രണ്ടാമതൊരുത്തിന് വളരെ ബ്രീഫ് കേസൊക്കെ പിടിച്ച് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായുള്ള മനുഷ്യനാണ്. കോട്ടും പാൻറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. അവനോട് പറഞ്ഞു, യു ഡ്രോപ്പ് ദാറ്റ്, എന്നാലും നിനക്ക് ഇതിന് മുകളിൽ കയറി വരാനായിട്ട് ഒക്കെയുള്ളൂ. അവൻ പറഞ്ഞു, എൻ്റെ ഹാർഡ് ഏൺഡ് മണിയാണിത്, ഇതെങ്ങനെയാണ് ഞാൻ കളയുന്നത്? ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ഇന്ന് ആ കുമ്മനാട്ട് ഏറിയാലുള്ള ബാങ്കിലൊക്കെ കിടക്കുന്നതായാലും നിക്ഷേപം എത്രയുണ്ടെന്ന് അറിയാമോ? പ്രയാസമായിട്ട് വിട്ടുകൊടുക്കാനായിട്ട്. അവൻ അതോടുകൂടി താഴേക്ക് വീണ് പോകുന്നതായുള്ള കാഴ്ചയാണ് പിന്നീട് കാണിക്കുന്നത്. മൂന്നാമത് കാണുന്നത് ഒരു ബെഗറാണ്. അവൻ്റെ കയ്യിൽ കുറച്ച് പഴയ തുണികളൊക്കെ ഉണ്ട്. അതും തൂക്കി പിടിച്ചുകൊണ്ട് അവനവിടെ കയറി വന്നിരിക്കുന്നത്. അപ്പോൾ അവനോട് പറയുന്നുണ്ട്, നിന്റെ കയ്യിലുള്ളത് നീ കളയണം, എന്നാൽ മാത്രമേ ഈ മുകളിലേക്ക് പിടിച്ച് കയറാനായിട്ട് ഒക്കുള്ളൂ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനിത് കളയാനായിട്ട് തയ്യാറാണ്, എനിക്ക് നിൻ്റെ അടുത്ത് വരുന്നതിനായിട്ട് സാധിക്കണം. ഈ ട്രോപ്പിക് അവനത് തള്ളിക്കളഞ്ഞപ്പോൾ മറ്റേ കൈ കൂടെ പിടിച്ച് മുകളിലേക്ക് കയറാൻ സാധിച്ചു. അപ്പോൾ യേശു കുനിഞ്ഞ് അവനെ പിടിച്ച് കയറ്റുന്നുണ്ട്. അതിന് കയറിയതായിട്ടുള്ള അവസ്ഥയിൽ അവർ രണ്ടുപേരും കൊണ്ട് ഹഗ് ചെയ്യുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ വഴികൾ നമുക്ക് ഇപ്രകാരം വളരെയധികം പ്രയാസകരമായുള്ള ഒന്നാണ്. നമ്മുടെ കയ്യിലുള്ളത് വിടുന്നതിനായിട്ട് പ്രയാസമാണ്. മുള്ളിനിടയിൽ കിടന്ന് ഞെരുങ്ങുന്നതായുള്ള അനുഭവമാണ് പലപ്പോഴും. അത് ഈ ലോകത്തുള്ളതായുള്ള പ്രയാസങ്ങളായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം. സഹനം എന്ന് പറയുന്നത് നമുക്ക് പ്രയാസമായി തീരുന്നതായുള്ള അവസരം. എല്ലാം കംഫർട്ടബിൾ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതായുള്ള കാര്യം. അങ്ങനെ ഒരു ജീവിതമില്ല. We go through lots of trials and temptations, lots of difficulties. ആരെങ്കിലും ഒരു കുഞ്ഞ് എഴുന്നേറ്റ് നടക്കുന്നതായുള്ള അവസരം താഴെ വീണ മുട്ട് പൊട്ടും എന്ന് പറഞ്ഞ് നടത്താതിരിക്കും. എഴുന്നേറ്റ് നടക്കുന്നതായുള്ള അവസ്ഥയിൽ വീഴുമെന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ വീണ് എഴുന്നേറ്റ് പിന്നെ നടന്നാണ് കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നത്. ആരെങ്കിലും സൈക്കിൾ കണ്ടിട്ട് മാറി നിൽക്കും, അത് കയറാനായിട്ടുള്ള താല്പര്യം ഉണ്ടാവുകയില്ലേ? ഇതെങ്ങനെയാണ് ഈ 2 ചാടയിൽ നടക്കുന്നത് എന്നൊക്കെ നമുക്ക് മാറി നിന്ന് സംസാരിക്കുന്നതിനായിട്ട് സാധിക്കും. പക്ഷെ കയറി കഴിയുമ്പോൾ നമുക്കറിയാം, ഇറ്റ്സ് ഈസി.
നമ്മുടെ ജീവിതത്തിൽ ദുഷ്കരമായുള്ള കാര്യങ്ങളെ ഒന്ന് വിടുന്നതിനായിട്ട് നമുക്കിടയായിട്ട് തരണം, വിടുന്നതിനായിട്ടിടയായിട്ട് തരണം. ഒരു ബുദ്ധ സന്യാസിയുടെ അടുത്ത്, ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നതായുള്ള ഒരു സന്യാസിയെക്കുറിച്ച്, അന്വേഷണ വിദ്യാർത്ഥിയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. ഗുരുവിൻ്റെ പാദപീഠത്തിൽ ചെന്ന് കുറച്ച് പുഷ്പങ്ങളൊക്കെ ഇട്ടതിന് ശേഷം അനുഗ്രഹം പ്രാപിക്കണമെന്ന് വിചാരിച്ച് ഗുരു ധ്യാനത്തിലിരിക്കുന്നതായുള്ള മുറിയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവേശിച്ച ഉടനെ തന്നെ ഗുരു മനസ്സിലാക്കി തൻ്റെ മുറിയിൽ ആരോ കയറിയിട്ടുണ്ടെന്ന്. കണ്ണു തുറന്ന് നോക്കി, അപ്പോൾ ഈ കൈ കുമ്പിളിൽ കുറേയേറെ പുഷ്പജലങ്ങളുമായിട്ട് നിൽക്കുന്നതായുള്ള മനുഷ്യനെയാണ് കാണുന്നത്. അപ്പോൾ ഗുരു അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഗർജിച്ചു, ഡ്രോപ്പ് ഇറ്റ്. അവന് മനസ്സിലായില്ല. ആ ശബ്ദം കേട്ടോണ്ട് അവൻ്റെ ഒരു കൈ താഴെ പോയി. അപ്പോൾ കുറേ ദളങ്ങളൊക്കെ താഴെ വീണു. പിന്നെയും ആ കുറച്ച് പുഷ്പദളങ്ങളൊക്കെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് ഇടാം എന്നൊക്കെ വിചാരിച്ച് മുമ്പോട്ട് നടക്കുന്നതായുള്ള അവസരം പിന്നെയും അദ്ദേഹം ഗർജിക്കുകയാണ്, ഡ്രോപ്പ് ഇറ്റ്, ഐ ടോൾഡ് യു ടു ഡ്രോപ്പ് ഇറ്റ്. അവൻ്റെ മറ്റേ കാര്യത്തിലുള്ളതും താഴെ പോയി. ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഇനി ഗുരുവിൻ്റെ അടുത്ത് ഞാൻ പോയി അനുഗ്രഹം വാങ്ങിക്കുന്നത് എന്ന് വിഷമിച്ച് നിൽക്കുന്നതായുള്ള അവസരത്തിൽ അവിടെ ഇരിക്കുന്നതായുള്ള ഗുരു അവനെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്. മന്ദസ്മിതത്തോടു കൂടി ഗുരു പറയുകയാണ്, not the flowers, my dear, your own self. Not the flowers, my dear, your own self. നീ ഇതളുകളൊക്കെ കൊണ്ടുവന്ന് എൻ്റെ പാദപീഠത്തിലിടുമ്പോൾ നിനക്ക് അനുഗ്രഹം പ്രാപിക്കാമെന്ന് വിചാരിച്ച് നിന്റെ സ്വാർത്ഥതയാണ് നീ ഊട്ടിക്കൊണ്ടിരിക്കുന്നത്. നിസ്വാർത്ഥനായിട്ട് തരണം, അൺസെൽഫിഷായിട്ട് തരണം. അത് സാധിക്കുന്നത് only by dropping it. ഒന്നുമില്ലാത്തവനായി ഗുരുവിൻ്റെ അടുത്തേക്ക് എന്നതായുള്ള ശിഷ്യനെ ഗുരു അനുഗ്രഹിച്ചു എന്നതാണ് അവിടെ പറയുന്നതായുള്ള സംഗതി. എങ്ങനെയാണ് നല്ല നിലത്തെ വീണതായുള്ള വിത്തിനെ വളർന്നു വരുവാനായിട്ട് സാധിക്കുന്നത്? അത് ഉഴുതുമറിച്ചിട്ടുള്ളത് കൊണ്ട്, അത് പാകപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് അത് വളരുന്നതിനായിട്ട് എളുപ്പമുണ്ട്. അങ്ങനെ വളർന്നു വരുന്നതായിട്ടുള്ള നല്ല വിത്താണ് 30, 60, 100 പേര് ഫലം നൽകുന്നത് എന്നത് കർത്താവെ സൂചിപ്പിക്കുകയാണ്. ഓർക്കണം, കർത്താവെ ജീവിച്ചതായുള്ള കാലഘട്ടത്തിൽ യഹൂദന്മാരും ശമരിയാക്കാരും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ജാതികൾ എന്ന് പറയുന്നത് ജെൻറ്റൈൽസ് ആയിരുന്നു, മറ്റ് പ്രദേശങ്ങളൊക്കെ ഉള്ള ആളുകളായിരുന്നു. അവരുടെ ഇടയിലേക്കാണ് സെൻറ്റ് പോള് സുവിശേഷവുമായിട്ടൊക്കെ പോകുന്നത്. അവരെല്ലാം കർത്താവിനോട് അടുപ്പിക്കുവാനായിട്ടുള്ള വഴികൾ എന്താണ് എന്നതാണ് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളായി കർത്താവ് പഠിപ്പിച്ചത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ സ്നേഹിക്കണം. ഇന്ന് നമുക്ക് നല്ല പരിചയമുള്ളതായുള്ള ഒന്നാണ് നല്ല ശമരിയാക്കാരൻ്റെ ഉപമ എന്ന് പറയുന്നത്. അവൻ ശമരിയാക്കാരനായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഈ വാസ് എ സമരിറ്റൻ. ഒരു ജൂ ആണെന്ന് പറയുന്നില്ല. ജൂ ആണ് വിളിക്കപ്പെട്ട സമൂഹം എന്നാണ് അന്ന് സങ്കല്പിച്ചിരുന്നത്, ദൈവത്തിൻ്റെ ജനം. 10 കുഷ്ഠരോഗികൾ യേശുവിനടുത്ത് വരുന്നുണ്ട്, അവർ സൗഖ്യമാകുന്നുണ്ട്. അതിലൊരാൾ മാത്രം വന്ന് യേശുവിനോട് നന്ദി പറയുന്നുണ്ട്. അവൻ ശമരിയാക്കാരനായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഹി വാസ് എ സമരിറ്റൻ. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ കൂടാതെ, ജ്യൂ എന്ന ശമരിറ്റൻ എന്ന വ്യത്യാസങ്ങൾ കൂടാതെ എല്ലാവരെയും സ്നേഹിക്കുന്നതിനായിട്ട് പഠിപ്പിക്കുന്നതായുള്ള കർത്താവാണ്. അതുകൊണ്ടാണ് മുമ്പേ ഞാൻ പറഞ്ഞത്, ശത്രുവിനെ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടാത്തതായുള്ള ഒരാളല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ശത്രുവിനെയും സ്നേഹിക്കണം. നിന്നെ പകയ്ക്കുന്നതിനെ നീ സ്നേഹിക്കണം. നിനക്ക് പ്രയാസമുണ്ടാക്കുന്നതിനെന്ന് നമുക്കറിയാവുന്ന, നല്ല വ്യക്തമായിട്ട് അറിയാവുന്നതായുള്ള ആളിനെ സ്നേഹിക്കുന്നതിനായിട്ട് പഠിക്കണം. ഒരു വ്യക്തി തൻ്റെ വീട്ടിൽ കുറച്ച് ആളുകളെ വന്നതായുള്ള അവസരത്തിൽ പ്രഭാത ഭക്ഷണം അവിടെ വീട്ടിലുണ്ടാക്കിയതല്ല, വേറെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ സ്വകീയെ വിളിച്ച് എനിക്ക് ഇന്ന ബ്രേക്ക്ഫാസ്റ്റ് വേണം, ഇന്ന സാധനങ്ങളൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു. അവനതെല്ലാം ഏറ്റു. കുറേ നേരമായിട്ടിവിടെ കാത്തിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വരും, ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. അതിൻ്റെ ഐറ്റംസൊക്കെ അറിയാവുന്നത് കൊണ്ട് അതിൻ്റെ ഉമിനീര് വായി വരുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക.
വന്നില്ല. അപ്പോൾ അവനെ വിളിക്കുന്നുണ്ട്, എന്ത് പറ്റി? അത് പറഞ്ഞു, ഞാൻ വാതിൽക്കൽ വന്ന് നോക്ക് കേട്ട് അത് തുറന്നില്ലല്ലോ, ഞാൻ അവിടെ പുറത്ത് വെച്ചിട്ട് പോയതാന്ന് പറഞ്ഞു. അതൊരു കള്ളമായിരുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ ആ മനുഷ്യന് ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ വാതിൽക്കൽ നിൽക്കുന്നതായുള്ള ആളിനെ വിളിച്ച് ചോദിച്ചു, അങ്ങനെ ഒരാൾ ഇതിനകത്ത് വന്നിരുന്നോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞില്ല. അപ്പോൾ പിന്നെ അവനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് നല്ല വിശപ്പുണ്ട്, എനിക്ക് ആഹാരം കൊണ്ടുത്താ. അവൻ പിന്നെ ഒഴികഴിവുകൾ പറയുന്നതിനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അവനോട് പറഞ്ഞു, നീ ഇനി കളവ് പറയരുത്, നിന്നെക്കുറിച്ചും നീ ചെയ്തതായുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഞാൻ പോയി റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവൻ അനുദപിച്ചു. അവൻ പറഞ്ഞു, സാറേ, എനിക്ക് നല്ലതായിട്ട് വിശന്നത് കൊണ്ട് സാറിനുണ്ടായിരുന്ന ഭക്ഷണം ഞാനങ്ങ് തിന്നത്, അത്രയേ ഉള്ളൂ. I was hungry and therefore I ate your food. അടുത്ത ദിവസം രാവിലെ ഈ മനുഷ്യൻ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, സാറേ, ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരട്ടെ? അപ്പോൾ അയാൾ പറഞ്ഞു, വേണ്ട, വിശക്കുന്നതായുള്ള നിനക്ക് ഇന്നലെ നിന്റെ വയറ് നിറഞ്ഞു എന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ വിശപ്പ് മാറി. ഇതാർക്കാ പറയാൻ സാധിക്കുന്നത്? നമ്മൾ പറയും, ഇന്നലെ കൊണ്ടുവരാഞ്ഞുകൊണ്ട് എന്നാൽ ഇന്ന് 2 കൊണ്ടുവരാൻ പറയും. 1 അല്ല 2 കൊണ്ടുവരും. എന്നാൽ ഈ മനുഷ്യൻ പറയുന്നത് അങ്ങനെയല്ല. നിന്റെ വിശപ്പ് മാറി എന്ന് കേട്ടതായുള്ള അവസരത്തിൽ തന്നെ എൻ്റെ വിശപ്പ് മാറിയിരിക്കുന്നു, അതുകൊണ്ട് കൊണ്ടുവരണ്ട. ഇതാണ് ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. വാളെടുത്തതല്ല പത്രോസിനോട് ചോദിക്കുന്നത്, നീ എന്നെ ഇവയെക്കാളൊക്കെ അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. കർത്താവേ, നീ എല്ലാം അറിയുന്നു. എന്നെ പറയുന്നതായുള്ള അവസ്ഥയാണ് കർത്താവ് പറയുന്നത്, എൻ്റെ ആടുകളെ മേയ്ക്കുക. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവനെ യഥാസ്ഥാനപ്പെടുത്തുന്നതായുള്ള രംഗമത്രേ നമുക്ക് കാണാനായിട്ടിടയാകുന്നത്. 2-3 കാര്യങ്ങളാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് പഠിക്കുന്നതിനായിട്ടുള്ളത്. ഒന്ന്, ദൈവത്തിൻ്റെ വിളി കേട്ടതായുള്ള ആളുകളായിരിക്കണം നാം എല്ലാവരും തന്നെ. ഇന്ന് രാവിലെ നമ്മോട് ചോദിച്ച നമ്മെ തന്നെ പരിശോധിക്കുവാനായിട്ടുള്ളത്, ഹാവ് യു ഹേർഡ് ദ കോൾ ഓഫ് ഗാഡ്? നാമധേയ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം വളരെ വ്യക്തമാകുന്നത്. ഹാവ് യു ഹേർഡ് ദ കോൾ ഓഫ് ഗാഡ്? ദൈവവിളി കേൾക്കാത്തതായുള്ള ഒരാൾ എങ്ങനെയാണ് സെമിനാരിയിൽ വന്നു എന്ന് പറയുന്നത് കൊണ്ട് നന്നായിട്ട് തീരുന്നത്? ദൈവവിളി കേട്ടതായുള്ള ആളിനെ മാത്രമേ ഒരു ഓപ്പൺനെസ് ഉണ്ടായിരിക്കുള്ളൂ. ആ ഓപ്പൺനെസ് ഉള്ളതായുള്ള ആളിനാണ് ഉഴുതുമറിക്കുന്നതും പാകപ്പെടുത്തുന്നതും രൂപാന്തരപ്പെടുത്തുന്നതുമായുള്ള അനുഭവത്തിൽ കൂടി എല്ലാം കടന്നു പോകുവാനായിട്ടിടയാകുന്നത്. ഇന്ന് പത്രോസ് എഴുതിയതായിട്ടുള്ള 1-ാം ലേഖനത്തിൽ നിന്നാണ് നാം വായിച്ചു കേട്ടത്. എന്നാൽ 2-ാമത്തെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നുണ്ട്, നിന്റെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവിൻ എന്ന്. നിന്റെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവിൻ. രണ്ടാമതായിട്ട് നമ്മോട് ചോദിക്കേണ്ടതായുള്ളൊരു ചോദ്യം, നല്ല നിലമാണ് എന്ന് നമുക്ക് വിചാരമുണ്ടെങ്കിൽ എത്ര വിത്തുകളെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിച്ചിട്ടുള്ളത്? 30, 60, 100 പേര് ഫലം നൽകുവാൻ്റെ കോണം നമ്മുടെ ജീവിതത്തിലൂടെ ഉളവാകുന്നതായിട്ടുള്ള ഫലം എന്താണ്? മൂന്നാമതായിട്ട്, ഈ തള്ളിക്കളഞ്ഞതായുള്ള കല്ല് മൂലക്കല്ലായി തീർന്നു എന്നൊക്കെ പറയുന്ന അവസരത്തിൽ പറയുന്നുണ്ട്, ജീവനുള്ള കല്ലുകളായി നീയും അതിനോട് ചേർത്ത് പണിയപ്പെടുന്നു. എന്തിന്? ആത്മീയ ഗ്രഹമായിട്ട് തീരുന്നതിനായിട്ട്. ദിസ് ഈസ് എ സ്പിരിച്വൽ ഹോം. നമ്മുടെ എല്ലാ ദേവാലയങ്ങളും ഒരു സ്പിരിച്വൽ ഹോമാണ്, എല്ലാ ദേവാലയങ്ങളും. അപ്പോൾ ദേവാലയത്തെ ഒരു സ്പിരിച്വൽ ഹോമാക്കി തീർക്കണമെങ്കിൽ Christ should be present in our midst and we should know that he is present. ചെറുപ്പം മുതൽ തന്നെ നമുക്ക് ലഭിക്കേണ്ടതായുള്ളൊരു അഭ്യസനത്തെക്കുറിച്ചാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ നല്ല മഞ്ഞുള്ളതായിട്ടുള്ള രാവിലെ സമയത്ത് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഒരാൾ പോയതായിട്ടുള്ള കഥയുണ്ട്. അതിങ്ങനെ പോയി
ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടിരുന്ന അവസരം മുറിയിൽ തന്നെ മുട്ടി വാതിൽ തുറന്നു. അദ്ദേഹം ചോദിച്ചു, ഇത്രയും മഞ്ഞുള്ളതായുള്ള ഈ രാവിലെ നിനക്ക് എങ്ങനെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ജോലി ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് എന്നെ ജീവിക്കുന്നതിനായിട്ടുള്ള വേതനം കിട്ടുകയില്ല. അയാൾ ചോദിച്ചു, എത്ര കിട്ടും നിനക്കൊരു ദിവസം? അയാൾ പറഞ്ഞു, ഞാൻ നല്ലതായിട്ട് അധ്വാനിക്കുകയാണെങ്കിൽ അതിൽ $10. ഉടനെ തന്നെ അദ്ദേഹം വാലറ്റ് തുറന്ന് ഒരു $10 എടുത്ത് കൊടുത്തു. നീ ഇത് വാങ്ങിച്ചിട്ട് വീട്ടിൽ വയ്ക്കും. നീ ഈ മഞ്ഞിക്കൂടിയൊക്കെ നടന്നാൽ നീ മരിച്ച് അവിടെ വീഴും. പിന്നെ നീ എവിടെയാണ് വീണ് കിടക്കുന്ന ആർക്കും അറിയാൻ ഒക്കത്തില്ല. അവൻ പറഞ്ഞു, നോ സർ, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ജോലി അല്ലാതുള്ളതൊന്നും വാങ്ങിക്കരുത് എന്ന്. നിങ്ങളെല്ലാവരും മദ്രാസിൽ താമസിക്കുന്നതായുള്ള ആളുകളുണ്ട്. പണ്ട് ഓൾഡ് ബാസ എന്ന് പറയുന്നതായുള്ള ഒന്നുണ്ടായിരുന്നു. അവിടെ ആ ബാസാലിലോട്ട് കയറിപ്പോകുന്നതായുള്ള ഒരു യാത്രികൻ കയറിപ്പോകുന്നതായിട്ടുള്ള അവസരത്തിൽ ഇങ്ങനെ കോട്ടൺ ബഡ് വിൽക്കുന്നതായുള്ളൊരു പയ്യൻ നിൽപ്പുണ്ടായിരുന്നു. അവനെ കണ്ടിട്ട് മറികടന്ന് പോയി, അകത്തേക്ക് പോയി അവന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം മടങ്ങി വന്നപ്പോൾ അവിടെ നിൽപ്പുണ്ട് ആ പയ്യൻ, കോട്ടൺ ബഡ് വിൽക്കുന്നതായുള്ള പയ്യൻ. അപ്പം അവൻ ചോദിച്ചുകൊണ്ട് മുഴുവൻ, സാറേ ഒരു പാക്കറ്റ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. അവൻ പറഞ്ഞു, നിൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാം ഞാനതിന് പൈസ തരാം. പാടില്ല. ഐ വിൽ നോട്ട് ടേക്ക് ദാറ്റ് മണി. ഹാർഡ് ഏൺഡ് മണി മാത്രമേ എനിക്ക് അവകാശപ്പെട്ടുള്ളൂ. അത് മാത്രമേ ഞാൻ വാങ്ങിക്കുന്നുള്ളൂ. ഈസി കം ഈസി ഗോ. വേണ്ട. ആർക്കാണ് ഈ വെർച്യു ഉള്ളത്, ഈ സ്വഭാവമുണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന ആർക്കാണ്? ലൈഫിലൊരു ഇൻറ്റഗ്രിറ്റി വേണമെന്ന് നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ സ്വഭാവ ശ്രേഷ്ഠതയുള്ളവരായിട്ട് ജീവിക്കാൻ എപ്പോഴിടയാകും? വാല്യൂസിനെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ടിടയാകും. കർത്താവായ യേശുക്രിസ്തു ഉപദേശിച്ചതെല്ലാം ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ആരും നശിച്ചു പോകരുത് എന്ന് വെച്ച കർത്താവ് പഠിപ്പിച്ചതായുള്ള വാക്കുകളാണ് അവിടെ കേൾക്കാനായിട്ടിടയാകുന്നത്. നിത്യജീവനെ ആക്കുവാനിടയാകണം. ആർക്കാണ് നിത്യജീവനെ അവകാശമാക്കുവാനിടയാകുന്നത്? കർത്താവ് തന്നെ പറയുകയാണ്, നീ എങ്ങനെ വായിക്കുന്നു? എൻ്റെ അയൽക്കാരൻ ആരാണ് എന്ന ചോദ്യത്തിനാണ് ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുന്നത്. എൻ്റെ അയൽക്കാരൻ ആരാണ്? Who is our neighbor? നീ ആർക്ക് കൂട്ടുകാരനായിട്ട് തീരുന്നുവോ, കരുണ കാണിക്കുന്നുവോ, മനസ്സലിവുള്ളവനായിട്ട് തീരുന്നുവോ, അവർക്കാണ് നീ കൂട്ടുകാരനാകുന്നത്. നിനക്ക് ആര് കൂട്ടുകാരനെന്നല്ല, നിനക്ക് ആർക്ക് കൂട്ടുകാരനായി തീരാമെന്നുള്ളതാണ്. അപ്രകാരമായി തീരുവാൻ നമ്മെ എല്ലാം സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം അത് നല്ല നിലത്തെ വീണ വിത്ത് പോലെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വളർന്നു വന്ന് 30, 60, 100 പേര് ഫലം നൽകുവാൻ ഇടയാകണമേ എന്നത് നമ്മളുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. പാറപ്പുറത്ത് വീഴുന്നതല്ല, വഴിയരികിൽ വീഴുന്നതല്ല, മുള്ളിനിടയിൽ വീഴുന്നതല്ല, നല്ല നിലത്ത് വീഴുന്നത്. അതിന് ഉഴുതുമറിക്കേണ്ടതായുള്ള ആവശ്യമുണ്ട്, പാകപ്പെടുത്തേണ്ടതായുള്ള ആവശ്യമുണ്ട്, രൂപാന്തരപ്പെടേണ്ടതായുള്ള ആവശ്യമുണ്ട്. കർത്താവെ, ആ രൂപാന്തരത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്നത് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, നിൻ്റെ വചനത്തെ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതിനാൽ സ്തോത്രം. ഇത് വായിക്കുന്നതായുള്ള സാഹചര്യത്തിൽ അത് ഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതായുള്ള ചോദ്യത്തെ അഭിമുഖീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പൊരുൾ തിരിച്ച് അറിയുന്നതായിട്ടുള്ള അനുഭവത്തിൽ ദൈവവചനത്തെ പഠിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും മനനം ചെയ്യുകയും ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുകയും ചെയ്യുന്ന അനുഭവത്തിൽ ഞങ്ങളെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, നല്ല നിലത്ത് വീഴുന്ന വിത്ത് പോലെ നിൻ്റെ വചനം ഞങ്ങളുടെയൊക്കെ ജീവിതത്തെ പ്രവേശിക്കുന്നതിനും 30, 60, 100 പേര് ഫലം നൽകുന്നതിനും കൃപയരളുകയും ചെയ്യണമെന്ന് യേശുവെന്ന അപേക്ഷിക്കുന്നു. ദയരുടെ കേൾക്കണമേ.